ഹലോ ഗൈസ്, ഞാൻ ഉള്ളത് ജമാ മസ്ജിദിന്റെ മുമ്പിലുള്ള ചോർ ബസാറിലാട്ടാ. ഇവിടുത്തെ ബംഗാളി തന്തപ്പിടീസ് പറഞ്ഞ എന്താ വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് 2 ഷെഡ് ഇട്ടില്ലെങ്കിൽ അണ്ടി അടുക്ക് അടിച്ചോണ്ടോണ കള്ളന്മാരാണെന്ന്. സാധനം എങ്ങാനും ആരെങ്കിലും അടിച്ചോണ്ടായിട്ട് അത് കണ്ടെത്താൻ വേണ്ടി പ്രത്യേകിച്ച് കോഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും എന്റെ ചെങ്ങായും കൂടി 3 ഷെഡ് ഇട്ടാണ്ടാട്ടെ ഇന്ന് ചോർ ബസാർക്ക് വന്നത്. ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു തള്ള ഷൂസ് ഒക്കെ കണ്ടിട്ട് ആ തള്ളനോട് എത്ര വില വെച്ചപ്പോ 100-200 എന്നൊക്കെ പറയണം. അപ്പൊ തന്നെ എനിക്ക് തോന്നി ആരോ തൂറാൻ മുട്ടിയപ്പോ പാഞ്ഞ് ബാത്റൂമിൽ കയറിയപ്പോ ആ ഷൂസ് എടുത്തുകൊണ്ട് മെല്ലെ ചാക്കിലിട്ടാണ് കൊണ്ടുവന്നാന്ന്. കക്കാത്ത നല്ല സോലിഹത്തായ ഈമാനുള്ള ഷൂസുകൾ ഇതവിടെ ഇതിന് 300-400 എടുത്താൽ അത് കിട്ടും. പള്ളികളൊക്കെ ബാങ്ക് കേൾക്കണ സ്പീക്കർ ഇതവിടെ, പക്ഷെ ഇതിൽ കൂടെ ആരും ബാങ്ക് കൊടുക്കല്ലേട്ടാ. പേസും ഫോണൊക്കെ എല്ലാരും പോക്കറ്റിലിട്ട് ശ്രദ്ധിച്ച് വെച്ചോളി. പിന്നെ പോയിട്ട് മാപ്പിട്ട് നോക്കിയിട്ട് ഹാ ഹാ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് ഹിന്ദിയിൽ വിളിച്ചറിയാട്ടാ. ഒരുത്ത കണ്ടില്ല ഉറക്കത്തുനിന്ന് നീച്ചാണ്ട് ആ കംപ്ലീറ്റ് തലയിൽ കൂടെ ചുറ്റി വന്നിട്ട് എങ്ങനെയാണെങ്കിലോ നാളെ ബെഡ്ഷീറ്റ് ആയിട്ട് സാരി എടുത്ത് വരുമല്ലോ. പിന്നെ മറ്റന്നാളോ ഇരിക്കാൻ സുഖത്തിന് എന്ന് പറഞ്ഞാൽ പാന്റിന്റെ ഉള്ളിൽ തൽക്കണി തിരികെ വരുമല്ലോ. പിന്നെ ഞാൻ ഈ കബൂത്തർ മാർക്കറ്റിന്റെ ഉള്ളിലുള്ള 50 റുപ്യക്ക് ജാക്കറ്റ് കിട്ടുന്ന ഒരു ഷോപ്പിന്റെ ഉള്ളിൽ കയറിയിട്ടാ. 50 റുപ്യക്ക് ജാക്കറ്റ് ഇട്ടെന്ന് പറഞ്ഞപ്പോഴേ തിമീങ്കലത്തിന്റെ അത്ര വലുപ്പമുള്ള എന്റെ ചെങ്ങായി ഒരു 500 ജാക്കറ്റ് എങ്കിലും അവിടുന്ന് എടുത്തിട്ടുണ്ടാവട്ടാ. ഞാനാണെങ്കിലോ ബാലരമയുള്ള വില്ലനുണ്ടിന്റെ അതേ കോല ആയതുകൊണ്ട് എനിക്ക് ചില ജാക്കറ്റ് മാത്രമായിട്ട് പാകാവുള്ളൂ. ഒരു 2 ജാക്കറ്റ് ഒക്കെ എടുത്തിന്റെ വെച്ചാൽ വേറൊരു പണിയും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി കളിക്കണായിരുന്നു. എനിക്ക് അവിടെ ചാടി കളിക്കലേ എന്റെ പണി. അൺലിമിറ്റഡ് മന്തി കിട്ടണ അറേബ്യ മജ്ലിസ്ക്കൊക്കെ കയറിയ മാതിരിയായിട്ട് അവൻ ഈ ജാക്കറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഷോപ്പ് കയറിയപ്പോ പിന്നെ ഓൻ അവിടുന്ന് ഇങ്ങനെ പുറത്ത് ചാടിച്ചാൽ ഇത് തപ്പപ്പുയാന്ന് പറഞ്ഞാണ് ഓന്റെ വയത്തല പാഞ്ഞപ്പോഴുള്ള ജാക്കറ്റ് എടുത്താണ്ട് ഓടി പോയിട്ടാ. അല്ലെങ്കിലും ചിലവോല എങ്ങനെയാണ് തടി മണ്ണും ഉണ്ടാവുള്ളൂ, കുഞ്ഞു മനസ്സാണ്ടാവുക. പിന്നെ ഞാനിതിട്ട് ഇങ്ങനെ നിന്നിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സ് തോന്നണമെന്നൊന്ന് കമന്റ് ചെയ്യട്ടാ.